ഹലോ ഫ്രണ്ട്സ്, എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോ DIYs നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മളിപ്പോൾ അപ്പാർട്ട്മെന്റിലൊക്കെ താമസിക്കുന്നവർക്ക് വലിയ ചട്ടിയോ ചെടിയോ ഇതൊന്നും വെക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്ന ചെറിയ ചെറിയ പ്ലാന്റേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന് ഞാൻ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ള പഴയ ബോക്സും പിന്നെ പഴയ ബോട്ടിൽസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് 1 by 1 ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ് എന്തൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഫസ്റ്റ് വൺ, ഇത് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ നടുക്കെ കൂടെ കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് കല്ലൊക്കെ ഒട്ടിച്ച് നമ്മുടെ ചാക്കിന്റെ നൂലുണ്ടാവില്ലേ അത് മെടഞ്ഞിട്ട് അത് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ഇത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിനെ. പിന്നെ ഇതും നമ്മുടെ ചെറിയ വാട്ടർ ബോട്ടിലില്ലേ, ഈ 10 റുപ്പീസിന്റെ ഒക്കെ വാട്ടർ ബോട്ടിൽ വരുന്ന ബോട്ടിലാണിത്. ഇതും ജസ്റ്റ് അതിന്റെ അടിപ്പോർഷൻ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്. ഇതും ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെയാണ്. ഇതിൽ ഞാൻ ആക്രിലിക് പെയിന്റ് വെച്ചിട്ട് ഒരു മിനിയോണിന്റെ പെയിന്റിങ് ചെയ്തിരിക്കുകയാണ്. ഇത് സിമ്പിളായിട്ട് നമുക്കൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെയാണ്. ഞാൻ ഇവിടെ എല്ലാത്തിനും യൂസ് ചെയ്തിരിക്കുന്നത് ആക്രിലിക് പെയിന്റ്സ് ആണ്. ഇത് ഹാങ് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് വലിയ റോപ്പും അതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും കയറോ ഇല്ലെങ്കിൽ ചെറിയ തുണിയുടെ പീസും കൂടെ മതി ഹാങ് ചെയ്യാൻ. ഇതൊരു ഹാർപിക് ബോട്ടിലാണ്. ഹാർപിക് ബോട്ടിലിന്റെ ക്യാപ്പിന്റെ പോർഷൻ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ജസ്റ്റ് ഫ്ലവർ മാതിരി കട്ട് ചെയ്ത് എടുത്തതാണ്. അവിടെ മാത്രമേ ഞാൻ പെയിന്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി പോർഷനൊക്കെ അത് അങ്ങനെ തന്നെ ഉള്ളതാണ്. ഇത് ബ്ലൂ കളർ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്ക് പെയിന്റിങ്ങിന്റെ ആവശ്യമില്ല. ഇത് രണ്ടും ഞാൻ ഓൾറെഡി ചെയ്ത വീഡിയോസിലുണ്ട്. ഞാൻ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അതിന്റെ ലിങ്ക്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇത് ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു പോട്ട് മേക്ക് ഓവറും. ഇത് നമ്മുടെ ചെറിയ ഡിസ്പോസിബിൾ വാട്ടർ ബോട്ടിൽ ഉണ്ടാവില്ലേ, അതാണ്. അതിൽ ഞാൻ നമ്മുടെ ഐസ് സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ് ഫെവിക്കോൾ വെച്ചിട്ട്. ഇത് പഴയ ഒരു കപ്പാണ്. അതിന്റെ ഹാൻഡിലൊക്കെ പൊട്ടിയപ്പോൾ ഞാനിപ്പോൾ അത് ഒരു പ്ലാന്റർ ആക്കി എടുത്തു. നല്ല ഭംഗിയാണ് അത്. ആ പൊട്ടിയ പോർഷൻ നമ്മളൊരു സാൻഡ് പേപ്പർ വെച്ചിട്ട് നല്ലോണം ഒന്ന് തേച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്ലാന്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെയാണ്. ഇതിൽ ഞാൻ വൂളൻ നൂല് ചുറ്റി വെച്ചിരിക്കുകയാണ്. വൂളൻ നൂല് വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫെവിക്കോൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ജാമൊക്കെ വാങ്ങുന്ന ചെറിയ ഈ 10 രൂപയുടെ ഒക്കെ ജാം വാങ്ങുന്ന ചെറിയ ഡപ്പയില്ലേ, അതാണിത്. ഇതിൽ ആക്രിലിക് പെയിന്റ് ചെയ്തതിന് ശേഷം യെല്ലോ ആക്രിലിക് കൊടുത്തിട്ട് പിന്നെ അതിന്റെ കണ്ണും ഇതൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് മാർക്കറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ എന്ത് പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ ഏത് ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾ അടിയിൽ ഹോൾ ഇട്ട് കൊടുക്കണം. അത് വെള്ളം നന്നായിട്ട് പോണ മാതിരി ചെയ്തു കൊടുക്കണം. ഇത് ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിലും പിന്നെ ഒരു പ്ലാസ്റ്റിക് ബൗളും ആണിത്. ഇത് രണ്ടിലും ഞാൻ പേപ്പർ പൾപ്പ് ഒട്ടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഗ്രോ ബാഗിൽ ഞാൻ ചെയ്തൊരു മേക്ക് ഓവർ ആണ്. അത് പേപ്പർ പൾപ്പ് വെച്ചിട്ട്. ഇതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ആർക്കെങ്കിലും അത് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ പോയാൽ മതി. ഇത് ഞാൻ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിൽ മണ്ണിട്ടിട്ട് ചെടി വെച്ചതാണ്. പിന്നെ അതിന്റെ പുറത്ത് നമ്മൾ പെയിന്റിങ് ഒന്നും അല്ലാതെ ജസ്റ്റ് ഒരു തുണിയാണ്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു പഴയ എന്താ പറയാ ഒരു തുണി ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്തിരിക്കുന്നതാണ്. അത് ഒട്ടിച്ചിട്ടും കൂടിയില്ല. ജസ്റ്റ് ഒന്ന് ചുറ്റിയിട്ട് ബാക്കിൽ ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊന്ന് ടൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയാണ് അത്. പെയിന്റിംഗ് ഒന്നും അറിയാത്തവർക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മളെടുത്തിട്ട് പഴയ ഷോളോ അല്ലെങ്കിൽ ഈ ചൂടി പാൻറ് ഉണ്ടാവില്ല, ചൂടി പാൻറിന്റെ ബോട്ടം പോർഷനിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ വെറുതെ ബോട്ടിൽ അതിനകത്ത് ഇറക്കി വെച്ചാൽ മതി. നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇത് ഞാൻ ഓൾറെഡി ചെയ്ത വീഡിയോ ഉണ്ട്. നിങ്ങൾ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക. ഇതൊരു കെച്ചപ്പ് ബോട്ടിലാണ്. കെച്ചപ്പ് ബോട്ടിലിന്റെ ലേബിൾസ് ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ആ ക്യാപ്പ് പോർഷൻ കട്ട് ചെയ്തിട്ട് ഞാൻ അങ്ങനെ എടുത്തതാണ്. കളറിങ് കൂടെ ചെയ്തിട്ടില്ല. ഇത് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നമ്മുടെ ചന്ദ്രൂസ് വേൾഡിൽ ചന്ദ്രിക ചേച്ചി ചെയ്തത് കണ്ടിട്ട് അതുമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് ചിരട്ട വെച്ചിട്ട്. നന്നായിട്ട് വന്നു അത്.
ഇത് ഞാൻ വൈറ്റ് സിമെന്റ് പ്ലാന്റേഴ്സ് ഓൾറെഡി ഇപ്പൊ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തതാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇടുന്നതായിരിക്കും. എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിൽ ഇട്ടാൽ മതി, ഞാനത് ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്